മുംബൈ ഇന്ത്യൻസ് ദൈവത്തിന്റെ പോരാളികൾ അടിച്ച് പരത്തി പൊറോട്ടയാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ്. പീക്ക് കളി, പീക്ക് എന്റർടൈനർ ആയിരുന്നു. മുംബൈ 244 അടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചത് ബുംറ ഉണ്ടല്ലോ, വേറെ എന്ത് വേണം? അഭിഷേക് ശർമ്മയും ഹെഡിനെയും പിന്നെ ടെയിലിനെയും ഒക്കെ ബുംറ തൂക്കുന്നു. ബുംറ ചെണ്ട പോലെ ഇട്ടിട്ട് അടിച്ചിരിക്കുന്ന ആ മറ്റേ ഏതൊരു ചെറുക്കൻ സാഹിൽ അറോറ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറുക്കൻ വന്ന് തൂക്കി വിട്ടിരിക്കുക. അയ്യോ, ഫ്രീ ഹിറ്റ് വരെ യോർക്കറിന് ഡോട്ട് ബോൾ പിടിക്കുന്ന മനുഷ്യനെ എട്ടവും വലവും നടുവും നിന്ന് അടിച്ച് പരത്തി. ആൻഡ് ട്രാവിസ് ഹെഡ്, ഇന്ത്യ എന്നുള്ള പേര് ഏതെങ്കിലും ഒരു ടീമിന്റെ ഒപ്പം കണ്ടു കഴിഞ്ഞാൽ ആ ചങ്ങായിക്ക് മുഴുവട്ടാണ്. ഭ്രാന്തൻ, ഭൂലോക ഭ്രാന്തൻ, എന്തോ ഇത്. ആൻഡ് ആള് ഭയങ്കര ലക്കിയാണ്. ഇന്ന് അങ്ങേര് പോയിട്ട് ഒരു 100 കോടിയുടെ ലോട്ടറി എടുത്ത് അത് വേണമെങ്കിൽ അടിക്കും. അജാതി ലക്കായിരുന്നു. എഡ്ജ് വന്നു, ആരും അപ്പീൽ പോലും ചെയ്തില്ല. നമാന്തർ 3 ക്യാച്ച് വിട്ടു. പോരെ, ക്യാച്ചസ് വിൻ മാച്ചസ്. പിന്നെ അഭിഷേക് ശർമ്മ മറ്റേ സൈഡിൽ ഏതോ ഒരു വേൾഡ് കപ്പില് അഭിഷേക് ശർമ്മയ്ക്ക് സ്പിന്നേഴ്സിനെ കളിക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് സകലമായ IPL ടീംസ് CSK ഷോട്ടിനെ കൊണ്ടുവന്നു. തലങ്ങും വിലങ്ങും ഇട്ടിട്ടാണ് ചെറുക്കൻ തല്ലിയത്. പിന്നെ വന്നിട്ട് നിതീഷ് റാണെ കൊണ്ടുവന്നു, മറ്റേ ഡൽഹി, തലങ്ങും വിലങ്ങും ഇട്ട് തല്ലി. ഇന്ന് മറ്റേ വിൽ ജാക്സനെ കൊണ്ടുവന്ന് കിട്ടി വീണ്ടും. സോ ഒരു സമയത്ത് ആ മറ്റേ ഗസൻഫാറ, മറ്റേ അഫ്ഗാനിസ്ഥാൻ കളിക്കാരൻ, ആ പയ്യൻ ഒരു ബ്രേക്ക് ത്രൂ തന്നു. ഈ മറ്റേ ഇഷാൻ കിഷനെയും തൂക്കി, അതേപോലെ തന്നെ അഭിഷേക് ശർമ്മയും തൂക്കി. ഞാൻ വിചാരിച്ചു കളി ഇനി സൺറൈസേഴ്സ് എന്തൊക്കെ വിചാരിച്ചിട്ടും കാര്യമില്ല. ഏകദേശം അവരൊരു 7 ഓവറിൽ 118 ഇട്ടിട്ടുണ്ട്, എന്നാലും ജയിക്കില്ല വിചാരിച്ചു. അപ്പൊ അടുത്ത ഒരു ഹൾക്ക് ഇറങ്ങി വരുന്നു, ക്ലാസൻ. എല്ലാത്തിനും ഇട്ട് പൂശിയുണ്ട്. ഒരു പ്രഷറും ഇല്ല, ടെൻഷനും ഇല്ല. ബൗൺസേഴ്സിനൊക്കെ അടിച്ച് പരത്തി വിട്ടിട്ടുണ്ട്. കുറച്ച് നല്ല മൊമെന്റ്സ് മുംബൈ ഇന്ത്യൻസിന്റെ സൈഡിൽ നിന്നുണ്ടായത് ഹാർദിക് പാണ്ഡ്യയുടെ ബൗളിംഗ് ആണ്. ഹാർദിക് പാണ്ഡ്യ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കുറെ ചെണ്ടകൾ ഉള്ളപ്പോഴും ആൾ കഷ്ടപ്പെട്ട് കുറെ ഡോട്ട് ബോൾ പിടിച്ചിട്ടുണ്ട്. സ്വിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ ബോൾട്ടിനെ കൊണ്ടുവന്നത്. പക്ഷെ ബോൾട്ട് ടുവേർഡ്സ് എൻഡൊക്കെ അത്യാവശ്യം നന്നായി ബോൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിനൊക്കെ സ്പിന്നേഴ്സിനെ വെച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അടിച്ച് തൂറ്റിക്കും. കയ്യിലുണ്ടായിരുന്ന കളി പോയത് ഗസൻഫാറിന് 15-16 ഓവർ എന്തോ കൊടുത്തു, അടിച്ച് തൂറ്റിച്ചു.